കഥയെ ആരംഭിക്കുന്നത് ജെസിക്ക മാർട്ടിൻ എന്ന ഹൈസ്കൂൾ ബയോളജി ടീച്ചറെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന് മകൻ റിക്കി മാർട്ടിനോട് സംസാരിച്ച് സ്കൂൾ ബസ്സിലേക്ക് അവർ മകനെ കൊണ്ടുപോയാക്കുകയായിരുന്നു. ശേഷം ജെസിക്ക വീട്ടിലെത്തി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ കുറച്ചാളുകൾ വീട്ടിലേക്ക് പെട്ടെന്ന് അതിക്രമിച്ചു കയറി ജെസിക്കയുടെ വേലക്കാരിയെ കൊല്ലുകയും ജെസിക്കയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ജെസിക്കയെ പിടിച്ചുകൊണ്ടുപോയ അവർ ജെസിക്കയെ ആറ്റിക്കിനകത്ത് പൂട്ടിയിടുകയായിരുന്നു ചെയ്തത്. അവിടുണ്ടായിരുന്ന ടെലിഫോൺ തട്ടിക്കൊണ്ടുപോവൽ സംഘത്തിന്റെ നേതാവായ ഏതൻ എന്ന വ്യക്തി തല്ലി തകർത്തു കളയുക പോലും ചെയ്തു. ആരാണ് ആ കിഡ്നാപ്പേഴ്സ് എന്നോ എന്തിനാണ് തന്നെ തട്ടിക്കൊണ്ടുവന്ന് ബന്ദിയാക്കിയിരിക്കുന്നതെന്നോ ജെസിക്കൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. താഴെ വീണുകിടന്ന തകർക്കപ്പെട്ട ഫോൺ കൂട്ടി യോജിപ്പിച്ച് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ജെസിക്ക ശ്രമിച്ചു. മറുവശത്ത് റയാൻ എന്ന ഒരു പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. തന്റെ ഗേൾഫ്രണ്ടുമായി ചെറിയ പിണക്കത്തിലായിരുന്ന റയാൻ സാന്റാ മോണിക്ക പിയറിൽ കറങ്ങി നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഫോണിലേക്കൊരു കോൾ വരുന്നത്. മറ്റാരുടേതുമായിരുന്നില്ല. കഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഫോൺ കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ജെസിക്ക മാർട്ടിന്റെ കോളായിരുന്നു അത്. ജെസിക്ക അവനോട് താൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും തന്റെ ഫോൺ ഇങ്ങനെ തകർക്കപ്പെട്ടിരിക്കുകയാണ്, ആകെ വിളിക്കാൻ സാധിക്കുന്നത് റയാനെയാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ റയാൻ അത് ഒരു പ്രാങ്ക് കോളായിരിക്കും എന്നായിരുന്നു ചിന്തിച്ചത്. എന്നിരുന്നാലും ജെസിക്ക ആവശ്യപ്പെട്ടപ്പോ ഫോൺ കോൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ റയാൻ തയ്യാറായി. സ്റ്റേഷനിലേക്ക് എത്തിയ അവൻ എത്തിപ്പെട്ടത് ഡിറ്റക്റ്റീവ് മൂണി എന്ന വ്യക്തിയുടെ അടുത്തേക്കായിരുന്നു. മൂണി കാര്യങ്ങൾ കേട്ടു. അപ്പോഴേക്കും അവിടെ ചെറിയ പ്രശ്നമുണ്ടാവാൻ ആരംഭിച്ചിരുന്നു. അതോടെ മൂണി 4th ഫ്ലോറിലുള്ള ഓഫീസേഴ്സിന്റെ അടുത്ത് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് അവിടെ നിന്ന് വേഗത്തിൽ മാറി. റയാൻ ഫോണുമായി 4ാം നിലയിലേക്ക് കയറാൻ തുടങ്ങി. പക്ഷെ ഓരോ നില കയറും തോറും ഫോൺ കട്ടാവുന്ന പോലെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് പോയാൽ ഫോൺ കട്ടായാലോ എന്ന തരത്തിൽ അവൻ പേടിച്ചു. അതോടെ റയാൻ തിരികെ ഇറങ്ങാൻ തുടങ്ങി. ഈ സമയം ഏതൻ ജെസിക്കയുള്ള മുറിയിലേക്ക് കടന്നു വരാൻ പോകുന്ന ശബ്ദം കേട്ടിരുന്നു. തകർന്ന ഫോൺ ജെസിക്ക ഒളിപ്പിച്ചു വെച്ചു. ജെസിക്കയ്ക്ക് അടുത്തേക്ക് വന്ന ഏതൻ ചില കാര്യങ്ങൾ ജെസിക്കയോട് ചോദിക്കാൻ ആരംഭിച്ചു. ജെസിക്കക്ക് അതിനെപ്പറ്റി ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ ജെസിക്കയുടെ ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു. തനിക്ക് അറിയില്ലെന്ന് ജെസിക്ക പറഞ്ഞതും സ്കൂളിൽ പോയിരിക്കുകയായിരുന്ന ജെസിക്കയുടെ മകനെ തങ്ങൾ തട്ടിക്കൊണ്ടുപോരുമെന്നും സത്യം പറയാനും പറഞ്ഞ് ഏതൻ ഭീഷണിപ്പെടുത്തി. ജെസിക്ക പക്ഷെ വഴങ്ങിയില്ല. അവരുടെ ഈ സംസാരമൊക്കെ റയാൻ ഫോണിലൂടെ കേട്ടിരുന്നു. ആ ഒരു നിമിഷത്തിൽ ജെസിക്ക പറയുന്നത് അത്രയും സത്യമാണെന്നും ഇത് വെറും ഒരു പ്രാങ്കോളല്ല എന്നും റയാൻ തിരിച്ചറിയുകയാണ്. ഏതനും സംഘവും അവിടെ നിന്നിറങ്ങിയതും ജെസിക്ക ഫോണെടുത്ത് റയാനെ കണക്ട് ചെയ്തു. അവർ സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്റെ മകനെ രക്ഷപ്പെടുത്താൻ റയാനോട് ജെസിക്ക ആവശ്യപ്പെട്ടു. റയാന് ജെസിക്കയെ സഹായിക്കണമായിരുന്നു. റയാൻ വേഗത്തിൽ പുറപ്പെട്ട് സ്കൂളിലേക്ക് എത്തിയെങ്കിലും അവൻ വൈകിപ്പോയിരുന്നു. ജെസിക്കയുടെ മകനെ ഏതനും സംഘവും തട്ടിക്കൊണ്ടുപോയി. റിക്കിയെ അവർ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് റയാൻ നോക്കിക്കണ്ടിരുന്നു. ഉടനടി അവിടുണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസറുടെ കാർ എടുത്ത് റയാൻ അവരെ ചേസ് ചെയ്യാൻ ആരംഭിച്ചു. ചേസിങ്ങിനിടയിൽ തന്റെ ഫോൺ ബാറ്ററി തീരാൻ പോകുന്ന കാര്യം റയാൻ തിരിച്ചറിഞ്ഞു. കോൾ കട്ടായാൽ അതിലും അപകടമാണ്. അടുത്തുള്ള ഷോപ്പിംഗ് മാളിലേക്ക് വേഗത്തിൽ അവൻ കാർ ഓടിച്ചു നിർത്തി. അകത്തേക്ക് കടന്ന് ഓരോയിടത്തും ചാർജറിനായി അപേക്ഷിക്കാൻ തുടങ്ങി. ഓരോ കൗണ്ടറിൽ നിന്നും മറ്റേ കൗണ്ടറിലേക്ക് ഓരോരുത്തരായി അവനെ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ സഹിക്കവയ്യാതെ സെക്യൂരിറ്റി ഓഫീസറുടെ ഗണ്ണെടുത്ത് അവിടെ ഒരു സീൻ തന്നെ റയാൻ സൃഷ്ടിച്ചു. പിന്നാലെ ഒരു തരത്തിൽ ചാർജർ കിട്ടിയതും അതിന് ഓവർപേ ചെയ്ത് അതുമായി അവൻ വേഗത്തിൽ പുറത്തേക്ക് ഓടിയിറങ്ങി. മറുവശത്ത് സർജൻ മൂണിയാകട്ടെ കിഡ്നാപ്പിംഗ് കേസിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളതാണല്ലോ എന്ന് കരുതി ജെസിക്കയെ പറ്റി അന്വേഷിക്കാൻ ജെസിക്കയുടെ അഡ്രസ്സിലേക്ക് ചെന്നു. പക്ഷേ ജെസിക്കയുടെ വീട്ടിലെത്തിയ അദ്ദേഹത്തെ മറ്റൊരു ലേഡി എതിരിട്ട് അഭിസംബോധന ചെയ്തിരുന്നു. താനാണ് ജെസിക്കയെന്നും തന്നെയാരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, എന്തെങ്കിലും ഫോൾസ് ഇൻഫർമേഷൻ ആയിരിക്കും എന്ന തരത്തിൽ അവർ സംസാരിച്ചു. അവരുടെ പെർഫോമൻസിലും മറ്റും മൂണി അത് വിശ്വസിക്കുന്നുണ്ട്. ആരെങ്കിലും ഫോൾസായി ഇൻഫർമേഷൻ കൊണ്ടുവന്നതായിരിക്കും എന്ന തരത്തിൽ ചിന്തിച്ച് മൂണി അവിടെ നിന്ന് മടങ്ങി. മൂണി പോകുന്നത് ആ ലേഡി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വൈകാതെ ഒരു കാര്യം വ്യക്തമായി. ആ ലേഡിയുടെ പേര് ഡാന ബേബാക്ക് എന്നാണ്. ഡാനയും ഏതന്റെ സംഘത്തിലെ ഒരാളായിരുന്നു. ഏതൻ വീണ്ടും ജെസിക്കയുടെ മുമ്പിലേക്ക് എത്തി. ലെഫ്റ്റ് ഫീൽഡ് എന്ന് പേരുള്ള ഇടം ഏതാണ് എന്ന് ഏതൻ അവളോട് ചോദിച്ചു. അറിയില്ലെന്നായിരുന്നു ജെസിക്ക മറുപടി പറഞ്ഞത്. പിന്നാലെ അവരുടെ ഭർത്താവ് ക്രെയ്ഗ് എവിടെ എന്നും വീണ്ടും ഏതൻ ചോദിച്ചു. ജെസിക്ക മറുപടി പറഞ്ഞില്ല. ഏതൻ അതോടെ ജെസിക്കയുടെ മകനെ പിടിച്ചുകൊണ്ടുവന്നത് ജെസിക്കയെ നേരിട്ട് കാണിച്ചു കൊടുത്തു. മകനെ തങ്ങൾ വകവരുത്തുമെന്നും സത്യം പറയാനും ആവശ്യപ്പെട്ടു. റിക്കിയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് കണ്ടതും ജെസിക്കയ്ക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ലെഫ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ലാക്സ് എയർപോർട്ടിനകത്തുള്ള ബാറിന്റെ പേരാണെന്നും എന്റെ ഭർത്താവ് അവിടെയാണ് ഉണ്ടാവുക എന്നും ജെസിക്ക പറഞ്ഞു. ഏതനും സംഘവും അവിടെ നിന്ന് പോയതും ജെസിക്ക ഉടൻ ഫോണെടുത്ത് റയാനെ കണക്ട് ചെയ്തു. അവര് തന്റെ ഭർത്താവിനെ കടന്നാക്രമിക്കുകയും പിടിക്കുകയും ചെയ്യുന്നതിനു മുമ്പ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം എന്ന് ജെസിക്ക അവനോട് ആവശ്യപ്പെട്ടു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ ഫോണിൽ പെട്ടെന്ന് കണക്ഷൻ എറർ വരാൻ തുടങ്ങി. കോൾ ബ്രേക്ക് ചെയ്ത് മറ്റൊരാളുടെ ഫോണിലേക്ക് കയറുന്നു. റയാന്റെ ഒപ്പം വണ്ടി ഓടിച്ച് പാസ് ചെയ്തിരുന്ന ഒരു അഡ്വക്കേറ്റിന്റെ ഫോണിലേക്കായിരുന്നു അത്. അയാൾ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. 2 കോളും പരസ്പരം കേറിയിറങ്ങി വന്നുകൊണ്ടിരുന്നു. റയാൻ പിന്നാലെ ആ അഡ്വക്കേറ്റിനെ കണ്ടെത്തി. അയാൾക്ക് അടുത്ത്
ചെന്ന് റയാൻ അയാളുടെ ഫോൺ വാങ്ങാൻ ശ്രമിച്ചു. ഇതിനിടയിൽ റയാന്റെ കാർ ഒരു വണ്ടിയിടിച്ച് തകർക്കപ്പെട്ടിരുന്നു. റയാൻ അതോടെ തോക്ക് ചൂണ്ടി അഡ്വക്കേറ്റിൽ നിന്ന് കാറും ഫോണും വാങ്ങി അവിടെ നിന്ന് വേഗം പുറപ്പെട്ടു പോവുകയാണ്. വേഗം ലാക്സിലേക്ക് പോയി തന്റെ ഭർത്താവിനെ കണ്ടെത്തി രക്ഷിക്കാൻ ജെസിക്ക റയാനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. വൈകാതെ എയർപോർട്ടിലെത്തിയപ്പോ ഏതനും സംഘവും പോകുന്നത് റയാൻ കണ്ടിരുന്നു. അവരെ പിടികൂടുവാൻ റയാൻ ഒരു കളിയൊപ്പിച്ചു. അവരുടെ പാക്കേജിനുള്ളിലേക്ക് വിദഗ്ധമായി തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണും പ്രശ്നമുള്ള വസ്തുക്കളും ഒളിപ്പിച്ചു. റയാൻ വിചാരിച്ച പോലെ തന്നെ ചെക്കിങ്ങിൽ ഏതനും സംഘവും പിടികൂടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം വെളിപ്പെടുന്നത്. ഏതനും സംഘവും പോലീസ് ഉദ്യോഗസ്ഥരാണ്. ജെസിക്കയും അപ്പോൾ മാത്രമായിരുന്നു ഏതനും സംഘവും പോലീസുകാരാണെന്ന് മനസ്സിലാക്കുന്നത്. അവർക്കെന്തോ ദുരുദ്ദേശമുണ്ട് എന്ന കാര്യവും പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ ജെസിക്കയെ റയാൻ തെറ്റിദ്ധരിച്ചില്ല. ഭർത്താവിനെ പറ്റിയുള്ള അടയാളങ്ങൾ റയാന് ജെസിക്ക പറഞ്ഞുകൊടുത്തിരുന്നു. റയാൻ ജെസിക്കയുടെ ഭർത്താവിനെ തിരയുന്നതിനിടയിൽ ജെസിക്ക പറഞ്ഞ വിവരണമുള്ള ഒരു മനുഷ്യനെ കണ്ടു. അയാളെ രക്ഷപ്പെടുത്താനായി റയാൻ ശ്രമിച്ചെങ്കിലും റയാൻ ആളുമാറിപ്പോയിരുന്നു. യഥാർത്ഥ ക്രൈഗിനെ ഏതന്റെ സംഘം പിടിച്ചുകൊണ്ടുപോയി. എയർപോർട്ടിൽ നിന്ന് റയാൻ പുറത്തേക്ക് വരുമ്പോഴേക്കും തെറ്റായി പാർക്ക് ചെയ്തതിന് ലോയറിന്റെ കാർ പോലീസുകാർ പിടിച്ചെടുത്തിരുന്നു. മറുവശത്ത് സർജൻ മൂണിയാകട്ടെ ഒരു പാർലറിലിരിക്കുകയായിരുന്നു. അവിടുത്തെ ടിവിയിൽ നടക്കുന്ന ചില വാർത്തകൾ മൂണി കണ്ടു. അതിലൊന്ന് ഷോപ്പിംഗ് മാളിലേക്ക് പാനെത്തിയ യുവാവ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ചാർജർ വാങ്ങിക്കൊണ്ടുപോയതും ചാർജറിന്റെ വിലയേക്കാൾ ഒരുപാടിരട്ടി പണം കൊടുത്തിട്ട് പോയതുമായ വ്യത്യസ്തമായ വാർത്തയായിരുന്നു. രണ്ടാമത്തേത് അഡ്വക്കേറ്റ് തന്റെ കാറും ഫോണും ഒരു പയ്യൻ തട്ടിക്കൊണ്ടുപോയ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. കൂട്ടത്തിൽ ജെസിക്ക എന്ന പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്നും അവരെ ഹെൽപ്പ് ചെയ്യാനാണ് താൻ ശ്രമിക്കുന്നത് എന്നും ആ പയ്യൻ പറഞ്ഞെന്ന് അഡ്വക്കേറ്റ് പറയുന്നുണ്ട്. മൂണി അത് കേട്ടതും മൂണിക്ക് പ്രകടമായ സംശയങ്ങൾ തോന്നി. ജെസിക്കയുടെ വീട്ടിലെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് മൂണി അങ്ങോട്ടേക്കൊന്ന് കോൾ ചെയ്തു. ലാൻഡ് ഫോണിലെ വോയിസ് മെയിൽ സെക്ഷനായിരുന്നു ഓണായത്. അതിൽ ജെസിക്കയുടെ ശബ്ദം കേട്ടതും താൻ നേരത്തെ മീറ്റ് ചെയ്തത് യഥാർത്ഥ ജെസിക്കയല്ല എന്ന് ആ നിമിഷം തന്നെ മൂണി മനസ്സിലാക്കുകയാണ്. ഇതേസമയം മറുവശത്ത് ക്രൈഗിനെയും പിടികൂടി. ഏതൻ ജെസിക്ക ബന്ധിയായിട്ടുള്ള ആറ്റിക്കിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ വെച്ച് ക്രൈഗിനെ ഉപദ്രവിച്ച് വീഡിയോ ഫൂട്ടേജ് എവിടെ, വീഡിയോ ടേപ്പ് എവിടെ എന്നവർ ചോദിക്കാൻ ആരംഭിച്ചു. തങ്ങൾ ഏവരും നല്ല രീതിയിൽ ഉപദ്രവിക്കപ്പെടും, കൊല്ലപ്പെടുമെന്ന് ഭീതി വന്ന അവൻ സെന്റ്യൂറിയൻ ബാങ്കിന്റെ ലോക്കറിലാണ് താനത് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അവരോടായി പറഞ്ഞു. അവർക്കത് എടുക്കണമെങ്കിൽ ജീവനോടുള്ള എന്റെ സഹായവും വേണ്ടിവരും എന്നുകൂടി ക്രൈഗ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സമയം വല്ലാതെ ബിഹേവ് ചെയ്ത ജെസിക്ക ക്രൈഗിന്റെ ദേഹത്തേക്ക് ചാഞ്ഞ് ബാങ്കിലെത്തുമ്പോൾ ക്രൈഗിന് സഹായമുണ്ടാകും എന്ന് രഹസ്യമായി ക്രൈഗിനോട് പറഞ്ഞു. വൈകാതെ ഈതനും ഈതന്റെ സുഹൃത്തുക്കളായ ദിമിത്രിയും ഡീസനും ക്രൈഗിനൊപ്പം ബാങ്കിലേക്ക് കടന്നു ചെന്നു. ഒരു കിഡ്നാപ്പർ ഗാർഡായി കാറിലിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജെസിക്കയിൽ നിന്ന് വിവരം ലഭിച്ചിരുന്ന റയാൻ കൃത്യസമയത്ത് ബാങ്കിലേക്കും എത്തിച്ചേർന്നിരുന്നു. വൈകാതെ കിഡ്നാപ്പേഴ്സിന്റെ കയ്യിൽ വീഡിയോ ക്യാമറ ലഭിച്ചു. പക്ഷേ കാത്തിരുന്ന റയാൻ ക്യാമറയുമായി പോകുകയായിരുന്ന ദിമിത്രിയെ അടിച്ചിട്ട് ക്യാമറ ബാഗുമെടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആരംഭിച്ചു. കാരണം ക്യാമറ അവരുടെ പക്കൽ കിട്ടിയാൽ പിന്നെ ജെസിക്കയും മറ്റും കൊല്ലപ്പെടും എന്ന് റയാൻ ഉറപ്പുണ്ടായിരുന്നു. ക്രൈഗിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ റയാന് സാധിച്ചില്ലെങ്കിലും അതുമായി റയാൻ ഓടിമാറാൻ ആരംഭിച്ചു. പക്ഷേ രക്ഷപ്പെട്ടു പോവാനുള്ള റയാന്റെ ശ്രമത്തിനിടയിൽ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ജെസിക്കയുമായി കണക്ട് ചെയ്യാൻ അവൻ കൊണ്ടു നടന്നിരുന്ന ലോയറുടെ ഫോൺ മുകളിൽ നിന്ന് താഴെ വീണ് പൊട്ടിത്തകരുകയാണ്. ഒരു തരത്തിൽ ഒരു ടാക്സി കാറിലേക്ക് എത്തിച്ചേരാൻ റയാന് കഴിഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് റയാൻ ഭയന്നിരുന്നു. ടാക്സിക്കാരനോട് LAPD ഓട്ടോ ഇമ്പൗണ്ടിലേക്ക് പോകുവാൻ റയാൻ നിർദ്ദേശം കൊടുത്തു. പിടിച്ചെടുക്കപ്പെട്ട അഡ്വക്കേറ്റിന്റെ കാർ അവിടെ ഉണ്ടാകുമെന്നും അതിനകത്ത് കോൾ ഹോൾഡിൽ ചിലപ്പോൾ തന്റെ ഫോൺ കിടക്കുന്നുണ്ടാകും എന്നും റയാൻ അറിയാമായിരുന്നു. ക്യാബിൽ യാത്ര ചെയ്യുന്ന സമയം ആ വീഡിയോ ക്യാമറയിൽ എന്താണുള്ളത് എന്ന് റയാൻ ചെക്ക് ചെയ്തു. ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു ആ ഫൂട്ടേജിൽ റയാന് കാണാൻ സാധിച്ചത്. റിയൽ എസ്റ്റേറ്റ് ജോലിക്കാരനായ ക്രൈഗ് ആവശ്യത്തിന് ഒരു വീടിന്റെ വീഡിയോ എടുക്കുകയായിരുന്നു. വളരെ യാദൃച്ഛികമായാണ് അയാളുടെ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ലോസ് ഏഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡിറ്റക്റ്റീവ്സായ ഏതനും മാഡോഗും ദിമിത്രിയും ഡാന ബേബാക്കും ഡേസനും മൂണിയുടെ തന്നെ ഫ്രണ്ടായ ജാക്ക് ടാനറും ചേർന്ന് 2 മയക്കുമരുന്ന് ഡീലേഴ്സിനെ പിടികൂടി അവരിൽ നിന്ന് മോഷണം നടത്തി അവരെ കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ. നേരത്തെ മൂണി പറഞ്ഞിട്ട് 4ാം നിലയിലേക്ക് റയാൻ പോവാൻ നിന്നല്ലോ. റയാൻ അപ്പോൾ എത്തിപ്പെടേണ്ടിയിരുന്നത് ആ സംഘത്തിലെ ടാനറുടെ തന്നെ മുമ്പിലേക്കായിരുന്നു. ഫോൺ കട്ടാവാൻ സാധ്യത വന്ന് റയാൻ അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് മാത്രമായിരുന്നു കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചേർന്നത്. വൈകാതെ കാറിൽ ഇംബൗണ്ട് ഏരിയയിലേക്ക് റയാൻ എത്തിച്ചേർന്നു. ഇതേസമയം അവിടെ എത്തിയിരുന്ന വക്കീലാകട്ടെ തന്റെ കാറ് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. അകത്തേക്ക് കടന്നു കയറിയ റയാൻ വക്കീലിന്റെ കാറ് അവിടെ നിന്നും മോഷ്ടിച്ച് വീണ്ടും കടന്നു കളയുകയാണ്. കാറിനകത്ത് റയാൻ ഇട്ടിരുന്ന തന്റെ ഫോൺ അപ്പോഴും കോൾ ഹോൾഡിംഗിൽ കിടക്കുന്നത് കണ്ടതും റയാന് സമാധാനമായി. ഇതേസമയം മറുവശത്ത് മൂണി ജെസിക്കയുടെ ഇടത്തേക്ക് എത്തിയിരുന്നു. അകത്തേക്ക് കടന്നു ചെന്ന മൂണിയും അവിടെ ഉണ്ടായിരുന്ന ലേഡിയും തമ്മിൽ ഷൂട്ടൌട്ട് ആരംഭിക്കുകയാണ്. ഷൂട്ടൌട്ടിനിടയിൽ ഡാന ബേബാക്കിനെ മൂണി വെടിവെച്ച് വീഴ്ത്തി. ബേബാക്കിനെ പരിശോധിച്ചപ്പോൾ ഡാന ബേബാക്ക്
ബാക്കും ഒരു പോലീസുകാരിയാണെന്നത് മോണിയെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇതേസമയം മറുവശത്ത് ഒന്നുകൂടി സംഭവിച്ചു. മാഡോഗ് താഴത്തെ നിലയിലിരിക്കുകയായിരുന്നു. ഫോൺ ചെയ്യാനായി എടുത്തപ്പോ മുകളിൽ നിന്നും ജെസിക്ക സംസാരിക്കുന്നത് മാഡോഗ് കേട്ടു. മാഡോഗ് അങ്ങോട്ടേക്ക് കയറി ചെന്നു. ജെസിക്കയെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു. ആ ഒരു അവസരത്തിൽ മാഡോഗിനെ വകവരുത്തുകയല്ലാതെ ജെസിക്കയ്ക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. മാഡോഗിന്റെ ബ്രേഷ്യൽ ആർട്ടറിയിൽ തന്നെ വലിയ മുറിവ് തീർത്ത് ജെസിക്ക മാഡോഗിനെ വകവരുത്തി. അതോടെ സുരക്ഷിതമായി അവിടെ നിന്ന് ഫ്രീ ആവാൻ സാധിക്കും എന്ന് മനസ്സിലായ ജെസിക്ക വേഗത്തിൽ പുറത്തിറങ്ങി മകനെയും കൂട്ടി രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചു. പക്ഷേ അവർ ആ ഇടത്തു നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പേ ക്രൈഗിനെയും ബന്ദിയാക്കി ഈതൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ജെസിക്കയുടെ വാഹനം തടയപ്പെട്ടു. അവർ വീണ്ടും ഏതന്റെ ബന്ദികളായി. രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചതിന് ഏതൻ ജെസിക്കയ്ക്ക് മേൽ വലിയ രോഷത്തോടെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഏതൻ അവരെ കാര്യമായി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ ഏതന്റെ നമ്പർ സംഘടിപ്പിച്ചിരുന്ന റയാൻ ഏതന് കോൾ ചെയ്തു. വീഡിയോ ഫൂട്ടേജ് തന്റെ പക്കലുണ്ടെന്നും ജെസിക്കയെയും കുടുംബത്തെയും സുരക്ഷിതമായി മോചിപ്പിച്ചാൽ ഫൂട്ടേജ് അവർക്ക് കൈമാറാം എന്നും റയാൻ പറഞ്ഞു. ഇതേസമയം മറുവശത്ത് ബേബാക്കുമായി ഏറ്റുമുട്ടിയിരുന്ന മോണിക്ക് പരിക്കേറ്റിരുന്നല്ലോ. അങ്ങോട്ടേക്ക് മോണിയുടെ സുഹൃത്തു കൂടിയായ വില്ലന്മാരുടെ നേതാവ് ടാനർ എത്തിച്ചേർന്നിരുന്നു. ആ സമയത്താണ് ഏതൻ ടാനർ വിളിച്ച് എക്സ്ചേഞ്ചിന്റെ കാര്യം പറയുന്നത്. ടാനറിന് റയാൻ ആരെന്ന് കൈമാറ്റത്തിന് മുമ്പേ മനസ്സിലാക്കണം. അത് തിരിച്ചറിയാൻ പറ്റുന്നത് മോണിക്ക് മാത്രമേയുള്ളൂ. ഹോസ്പിറ്റലിലേക്ക് പോവാൻ തയ്യാറെടുത്ത മോണിയെ ടാനർ തടഞ്ഞു നിർത്തി. മോണി ചിന്തിച്ചിരുന്നത് റയാൻ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ ആളാണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ടാനർ പറഞ്ഞപ്പോ മോണിയും അതിന് സമ്മതിച്ചു. അങ്ങനെ പരസ്പരം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സാന്റമോണിക്ക പെയറിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. ആളറിയാതെ ഐറ്റം കൈമാറ്റം ചെയ്യുവാൻ പോകുവാൻ റയാൻ തയ്യാറെടുത്തു നിന്നു. പക്ഷേ അങ്ങോട്ടേക്കെത്തിയ അവന്റെ എക്സ് ഗേൾഫ്രണ്ട് അവനെ തിരിച്ചറിഞ്ഞ് അവനോട് ഇടപെട്ടതും അവൻ എക്സ്പോസ്ഡ് ആയി. ഇതിനിടയിൽ മോണി റയാനെ തിരിച്ചറിയുകയും ചെയ്തു. മോണി അവനെ പിടിക്കാൻ പോവാൻ ശ്രമിച്ചപ്പോ ടാനർ അദ്ദേഹത്തെ തടഞ്ഞു. നിങ്ങളിപ്പോ ആശുപത്രിയിലേക്ക് പോകണം, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ടാനർ പറഞ്ഞ് ഡിമിത്രിക്കൊപ്പം മോണിയെ പറഞ്ഞുവിടാൻ ശ്രമിച്ചു. പിന്നാലെ റയാനെ പിടികൂടിയ ടാനറും സംഘവും ഏതന്റെ അടുത്തേക്ക് റയാനെ എത്തിക്കുകയാണ്. മറുവശത്ത് മാർട്ടിൻ ജെസിക്കയുടെ ഫാമിലിയുമായി മറ്റൊരിടത്ത് കാറിലിരിക്കുന്നുണ്ടായിരുന്നു. റയാന് കിട്ടിയതും ഫൂട്ടേജ് ടേപ്പ് പിടിച്ചെടുത്ത് ഏതനത് ചവിട്ടി നശിപ്പിച്ചു കളഞ്ഞു. പിന്നാലെ വിവരം മാർട്ടിന് കൈമാറുകയും ചെയ്തു. ഏതൻ മാർട്ടിനോട് റേഡിയോയിലൂടെ ആ വിവരങ്ങൾ പറയുന്നത് ഡിമിട്രിക്കൊപ്പമുണ്ടായിരുന്ന മോണി ഡിമിട്രിയുടെ റേഡിയോയിലൂടെ കേട്ടിരുന്നു. അതോടെ നടക്കുന്ന ചതികൾ മോണി തിരിച്ചറിഞ്ഞു. ടാനറും കിഡ്നാപ്പേഴ്സിൽ ഒരാളാണ് എന്ന് മോണി മനസ്സിലാക്കി. ആ സമയത്താണ് റയാന്റെ ഫ്രണ്ട് ചാഡ് അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ അവസരം മുതലെടുത്ത് റയാൻ അടുത്തുള്ള നദിയിലേക്ക് എടുത്തു ചാടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മറുവശത്ത് ഡിമിട്രി മോണിയെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും തിരിച്ചടിച്ച മോണി ഡിമിട്രിയെ ബന്ദിയാക്കി ലോക്ക് ചെയ്തു. റയാനെ പിന്തുടർന്ന് ഏതനും ടാനറും ഒരു ബോട്ട് ഹൗസിലേക്ക് എത്തിച്ചേർന്നു. അവിടെ വെച്ച് റയാൻ അവർക്കെതിരെ ആക്രമണം നടത്താൻ നോക്കിയെങ്കിലും അവർ റയാനെ പിടികൂടുകയും കനത്ത രീതിയിൽ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഒടുവിൽ റയാനെ വകവരുത്താൻ അവർ തയ്യാറെടുക്കുമ്പോഴേക്കും മോണി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമും ഷൂട്ട് ഔട്ടും ആക്രമണങ്ങളും ഒക്കെയായിരുന്നു. ഒരു ഘട്ടത്തിൽ മോണിയുടെ പിന്നിൽ വന്ന് ഏതൻ മോണിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് റയാൻ കണ്ടു. ഏതന്റെ ഫോണിലേക്ക് വിളിച്ച് മോണിയെ റയാൻ അലേർട്ട് ചെയ്ത് സഹായിക്കുന്നുണ്ട്. അതോടെ മോണിക്ക് ഏതനെ വെടിവെച്ച് വീഴ്ത്തി തന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇതേസമയം മറുവശത്ത് ജെസിക്ക വണ്ടിയിലുണ്ടായിരുന്ന മാർട്ടിനെ കടന്നാക്രമിച്ചു. മാർട്ടിൻ ബോധം കെട്ട പോലെ ആയതും മകനെയും ഭർത്താവിനെയും രക്ഷിച്ച് പുറത്തു കടക്കാൻ ജെസിക്ക ശ്രമിച്ചു. പക്ഷെ മാർട്ടിൻ കൊല്ലപ്പെട്ടിരുന്നില്ല. ഉണർന്ന മാർട്ടിൻ തോക്കു ചൂണ്ടി അവരെ കൊല്ലാൻ തയ്യാറെടുത്തു. ഭാഗ്യവശാൽ കൃത്യസമയം ആ കാറിനടുത്തേക്ക് എത്തിച്ചേരാൻ റയാന് സാധിച്ചിരുന്നു. മാർട്ടിനെ ആക്രമിച്ച് റയാൻ താഴെ വീഴ്ത്തി. അപ്പോഴേക്കും പോലീസ് സന്നാഹവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. ജെസിക്കയും ഫാമിലിയും രക്ഷപ്പെട്ടു. റയാനും മോണിയും അവിടെ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ടാനറുമായി ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിരുന്നു. ടാനറാണ് ഇതിനു പിന്നിലുള്ള ഒരാൾ എന്ന് തെളിയിക്കുവാൻ തെളിവൊന്നുമില്ലെന്ന് ടാനർ വാദിച്ചപ്പോ റയാൻ തന്റെ ഫോൺ എടുത്തു കാട്ടി. ക്രൈഗ് ഷൂട്ട് ചെയ്തിരുന്ന ക്യാമറയിലെ ഫൂട്ടേജ് റയാൻ തന്റെ ഫോണിലേക്ക് കോപ്പി ചെയ്തിരുന്നു. കാര്യങ്ങളൊക്കെ ശുഭകരമായി അവസാനിക്കുകയാണ്. രക്ഷപ്പെട്ടതോടെ ജെസിക്ക റയാനെ കാണാൻ ആഗ്രഹിച്ച് റയാന്റെ അടുത്തു ചെന്നു. ജീവൻ പോലും പണയം വെച്ച് തന്നെ സഹായിച്ചതിന് റയാനോട് ജെസിക്ക നന്ദി പറഞ്ഞു. തമാശ രീതിയിൽ നിങ്ങളിനി എന്നെ ഫോൺ ചെയ്തേക്കരുത് എന്ന് റയാൻ പറയുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചില ഇന്ത്യൻ ചലച്ചിത്രങ്ങളുമായി നിങ്ങൾക്കിതിന് സാമ്യം തോന്നിയേക്കാം. അടിച്ചുമാറ്റിയതായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത്തരത്തിൽ നിങ്ങൾക്ക് സാമ്യം തോന്നിയ ചിത്രങ്ങൾ കമന്റ് ബോക്സിൽ പറയുമല്ലോ. മറ്റൊരു മികച്ച ചിത്രവുമായി ഉടനടി കണ്ടുമുട്ടാം. അതുവരെ ബായ്.